മിഷൻ 2026 കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഏറെ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. പക്ഷേ ആ സന്തോഷത്തിൽ ചില കരിനിഴൽ പടരുമെന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്. നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും UDFനും പകർന്നിട്ടുള്ള ആത്മവിശ്വാസവും സന്തോഷവും ചെറുതല്ല. മുൻപ് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും വൻ വിജയം ഉണ്ടായെങ്കിലും അത് ഇത്രമാത്രം അവരെ ആഹ്ലാദിപ്പിച്ചിട്ടില്ല. UDFും കോൺഗ്രസും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയമായിരുന്നു ഇത്. അതാണ് അവരെ ഇത്രമേൽ ഭ്രമിപ്പിക്കുന്നത്. 80 സീറ്റുകളിലെ വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് UDFന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ 80ൻ്റെ തറയിൽ ഉറച്ചു നിന്ന് പോരാടിയാൽ 100-ലെത്താമെന്നാണ് മുന്നണി കണക്കുകൂട്ടുന്നത്. ഇതുകൊണ്ട് തന്നെ UDFിൽ ചില പുകച്ചിലുകളും ആരംഭിച്ചിട്ടുണ്ട്. കക്ഷികൾ തമ്മിലും കക്ഷികൾക്കുള്ളിലും ഒറ്റപ്പെട്ട പടക്കങ്ങൾ അവിടെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. RSPയുടെ സീറ്റായിരുന്നു കൊല്ലം ജില്ലയിലെ ഇരവിപുരം. RSPയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന A. അസീസ് ജയിച്ചിരുന്ന സീറ്റാണ് ഇരവിപുരം. എന്നാൽ കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റു. ഇത്തവണ മത്സരത്തിനുണ്ടാകുകയുമില്ല. അതോടെ അവിടെ സ്ഥാനാർത്ഥി മോഹികൾ തള്ളിക്കയറാൻ തുടങ്ങി. പ്രാദേശികവാസികൾക്ക് തന്നെ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ രംഗത്തെത്തിയിരിക്കുന്നത് മനോവൈകൃതമാണെന്നായിരുന്നു ഷിബുവിൻ്റെ പ്രതികരണം. കൊല്ലത്ത് ഇത്ര തീർത്ത് ചെറിയൊരു പാർട്ടിയായ RSPയിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ കോട്ടയത്തെത്തുമ്പോൾ കേരള കോൺഗ്രസും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടിരിക്കുന്നത്. UDFന് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടുന്നുവെന്നതുള്ള തിരിച്ചറിവ് എല്ലാ കക്ഷികളുടെയും മോഹങ്ങൾ പൂക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പല കക്ഷികളും തങ്ങളുടെ ശാഠ്യങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജോസ് കെ മാണിയെ UDFൻ്റെ 7 അയലത്ത് അടുപ്പിക്കരുതെന്നുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ശാഠ്യം ഇക്കൂട്ടത്തിൽ ഒന്നാണ്. ജോസാണോ വലുത് ജോസഫാണോ വലുതെന്ന് മൂപ്പള തർക്കം കേരള കോൺഗ്രസിൽ ഇനിയും അവസാനിച്ചിട്ടില്ല. ഇതൊരിക്കലും അവസാനിക്കുമെന്ന് തോന്നുന്നുമില്ല. വിക്രമാദിത്യൻ്റെ തോളിലെ വേതാളം പോലെ മുന്നണിയിലെ പ്രമുഖ കക്ഷികളുടെ കാതു കരളുന്ന ശീലമാണ് പണ്ട് മുതലേ കേരള കോൺഗ്രസ് ശീലിച്ചിരിക്കുന്നത്. ഏത് മുന്നണിക്ക് അനുകൂലമായ കാറ്റ് വീശുന്നോ ആ മുന്നണിയിലെ കേരള കോൺഗ്രസിനെയാവും അത്തവണ ഭാഗ്യം തുണയ്ക്കുക. കഴിഞ്ഞ വട്ടം ജോസ് കെ മാണിയൊക്കെ ആയിരുന്നു ആ ഭാഗ്യം തുണച്ചത്. ജോസ് കെ മാണിക്ക് 7 സീറ്റുകൾ കിട്ടിയപ്പോൾ ജോസഫിന് കഴിഞ്ഞ തവണ 2 സീറ്റുകളെ കിട്ടിയുള്ളൂ. ജോസ് കെ മാണിക്ക് രാജ്യസഭാ അംഗത്വം ലഭിച്ചപ്പോൾ ജോസഫിന് ലോക്സഭാ അംഗത്വം കിട്ടി. UDFന് അനുകൂലമായ കാറ്റ് ഫ്രാൻസിസ് ജോർജിനെ ലോക്സഭയിലെത്തിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFന് അനുകൂലമായ കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ അവകാശവാദം പുറത്തെടുത്തിരുന്നു. 5 സീറ്റുകൾ കൂടുതൽ വേണമെന്നാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആവശ്യം. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് 2 സീറ്റുകൾ തിരിച്ചെടുക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നതിനിടയിലാണ് അവരുടെ പുതിയ ആവശ്യം. ഇത് മുൻപുള്ള ചർച്ചകളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങുമോ അതോ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുമോ എന്ന് വരും നാളുകളിലെ അറിയാനാകും. മുസ്ലിം ലീഗ് 23 സീറ്റുകളാണ് മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കൂടി നൽകി ആകെ അങ്ങനെ 25 സീറ്റിലാണ് അവർ മത്സരിച്ചത്. മുന്നണിയിൽ നിന്ന് കക്ഷികൾ പോയി ഒഴിവ് വന്ന സീറ്റുകളുടെ വിഹിതമായിരുന്നു ഇത്. പകുതി ലീഗിനായിരുന്നു. ചെറിയ കക്ഷികളാണെങ്കിലും മുന്നണിയിൽ 2 കക്ഷികൾ എത്തിയിട്ടുണ്ട്. PV അൻവറിൻ്റെയും CK ജാനുവിൻ്റെയും പാർട്ടികൾ. ഇനിയും ചില കക്ഷികളെ UDF പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലും മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. തെക്കോട്ട് നിലവിൽ മുസ്ലിം ലീഗിന് സീറ്റുകളില്ല. മുമ്പ് കൊല്ലം ജില്ലയിൽ 1 സീറ്റുണ്ടായിരുന്നു. പരേതനായ യൂനസ് കുഞ്ഞ് അവിടെ നിന്ന് ജയിച്ച് MLA ആയിട്ടുമുണ്ട്. എന്നാൽ RSP മുന്നണിയിലെത്തിലൂടെ മുസ്ലിം ലീഗിന് ആ സീറ്റ് വിട്ടു നൽകേണ്ടി വന്നു. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. കേരളത്തിലെ മുസ്ലിങ്ങൾ കൂട്ടമായി UDFനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഇത് LDFനോടുള്ള വിരോധം കൊണ്ടുണ്ടായ ഒരു സാമുദായിക സുനാമിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ഇതിൻ്റെ പൈതൃകം പേറിയാണ് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത്. തെക്കൻ ജില്ലകളിലെ ഓരോ സീറ്റിലാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. 30 സീറ്റാണ് അവരുടെ ലക്ഷ്യം. ഇത് നൽകാൻ കോൺഗ്രസ് തയ്യാറായാൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ ലീഗ് ആവശ്യപ്പെട്ടേക്കാം. ഇപ്പോൾ തന്നെ ഹൈന്ദവ വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന LDFും BJPയും UDFനെ അടിക്കാനുള്ള ഒരു വടിയായി ഇത് മാറ്റാനിടയാക്കിയേക്കും. ഇതിനു പുറമെ മറ്റൊരു സംഭവവികാസം കൂടി സംഭവിക്കാനിടയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ KPCC പ്രസിഡന്റ് സ്വന്തം സീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പേരാവൂരിലെ സിറ്റിംഗ് MLA ആയ സണ്ണി ജോസഫ് അവിടെ തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. KPCC പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി കൈമാറുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ വിഷ്ണുനാഥും അനിൽകുമാറും ഷാഫി പറമ്പിലുമാണ്.
വിഷ്ണുനാഥും അനിൽകുമാറും ഇത്തവണയും മത്സരിക്കാനുണ്ടാവും. സ്വാഭാവികമായും ഷാഫി പറമ്പിലായിരിക്കും താൽക്കാലിക പ്രസിഡന്റ്. LDFന് മറ്റൊരു വടി കൂടിയായിരിക്കും ഇവിടെ ലഭിക്കുക. കുഞ്ഞുഞ്ഞ് കുഞ്ഞാലി കുഞ്ഞുമാണി എന്ന മുദ്രാവാക്യത്തിൻ്റെ തനിയാവർത്തനമായിരിക്കും ഇത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ഉയർത്തിയ 5ാം മന്ത്രി വിവാദവും തുടർന്ന് G. സുകുമാരൻ നായർ ആവശ്യപ്പെട്ട താക്കോൽ മന്ത്രിസ്ഥാനവും ആ മന്ത്രിസഭയ്ക്ക് ഉണ്ടാക്കിയ കോട്ടം ചെറുതല്ല. ഇപ്പോൾ LDFനോട് ഒട്ടിനിൽക്കുന്ന വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഇത് ആയുധമാക്കാനും LDFും BJPയും ഇത് മുതലെടുക്കാനുമുള്ള സാധ്യതയും കാണാതിരുന്നുകൂടാ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.